ശ്രീ പന്തളം സുധാകരൻ, ഇങ്ങനെ ഈ ഒരു ചർച്ച നീളുന്നതിൽ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്ന രീതിയിൽ താങ്കൾക്ക് ആശങ്കയുണ്ടല്ലോ. എത്രയും പെട്ടെന്ന് ഈ പ്രശ്നം പരിഹരിക്കണം. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ എത്തണം. ഇതാണല്ലോ കോൺഗ്രസിന്റെ ഓരോ അണികൾക്കും ഉള്ള താല്പര്യം. എന്തുകൊണ്ട് ഇത് കണ്ടറിഞ്ഞുകൊണ്ട് ഒരു തീരുമാനമെടുക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡിന് കഴിയുന്നില്ല? കഴിഞ്ഞ 23-ാം തീയതി മുതലാണ് ദേശീയ മാധ്യമങ്ങളിൽ രാഹുൽ ഗാന്ധി, കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി കേരളത്തിൽ വയനാട് നിയോജകമണ്ഡലത്തിൽ മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള വാർത്ത വരുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ യഥാർത്ഥത്തിൽ മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ, വളരെ രാഷ്ട്രീയ പാർട്ടികൾ വളരെ സജീവമായി ചർച്ച ചെയ്യുന്നു എന്നത് തന്നെ രാഹുൽജിയുടെ സ്ഥാനാർത്ഥിത്വത്തിൻ്റെയും വിജയസാധ്യതയുടെയും പ്രാധാന്യം വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അല്ല, അത് തുടക്കത്തിലുണ്ടായിരുന്നു വിജയ സാധ്യത. പക്ഷേ ഇപ്പോൾ ഓരോ ദിവസം ചെല്ലുന്തോറും ഈ വിഷയം ചർച്ച സജീവമായി മുന്നോട്ട് പോകുന്നത് അത് കോൺഗ്രസ് നേതൃത്വത്തിന് ഒരു കളിയാക്കലിൻ്റെ രീതിയിൽ ഇപ്പോൾ തോന്നുന്നില്ലേ? ജനത്തെ കൊണ്ട് ചിരിപ്പിക്കുവാനുള്ള ഒരു വക ഇപ്പോൾ ആയി മാറിയിട്ടുണ്ട് രാഹുലിൻ്റെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം. ഇക്കാര്യം കോൺഗ്രസ് അണികൾക്കും നേതാക്കൾക്കും ബോധ്യമുള്ളതാണല്ലോ. തുറന്നു പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും. അല്ല, യഥാർത്ഥത്തിൽ ഇന്നലെ മുതൽ തന്നെ കേരളത്തിൽ 23-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ നോമിനേഷൻ സമർപ്പിച്ചു തുടങ്ങി നേതാക്കന്മാർ. അപ്പോൾ നോമിനേഷൻ സമർപ്പിക്കേണ്ട അവസാന തീയതി വരാൻ പോകുന്നതേ ഉള്ളൂ. അതിനു മുമ്പ് തീർച്ചയായും വയനാട്ടിൽ കോൺഗ്രസിൻ്റെ UDF-ൻ്റെ സ്ഥാനാർത്ഥി ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് വേണമല്ലോ, എന്തായാലും തർക്കവുമില്ല. പിന്നെ നമുക്ക് നേരത്തെ പലതവണ ഇവിടെ ചർച്ച ചെയ്തതുപോലെ തന്നെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ എല്ലാ നേതാക്കന്മാരും, കോൺഗ്രസ് നേതാക്കന്മാരും സ്റ്റാലിൻ ഉൾപ്പെടെയുള്ള മറ്റ് പ്രതിപക്ഷ നേതാക്കന്മാരുമൊക്കെ ഒരുപോലെ രാഹുൽ ഗാന്ധി ദക്ഷിണേന്ത്യയിൽ മത്സരിക്കണം എന്നാവശ്യപ്പെടുകയുണ്ടായി. കാരണം സ്റ്റാലിൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് വയനാട്ടിൽ രാഹുൽ മത്സരിക്കരുത് എന്നാണ്. അദ്ദേഹം പറഞ്ഞത് തമിഴ്നാട്ടിൽ മത്സരിക്കണമെന്നാണ്. സിദ്ധരാമയ്യയെ പോലെയുള്ള കർണാടകത്തിലെ മുൻ മുഖ്യമന്ത്രി അതുപോലുള്ള നേതാക്കന്മാർ ആവശ്യപ്പെട്ട് കർണാടകത്തിൽ മത്സരിക്കണമെന്നാണ്. കേരളത്തിൽ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയും ബഹുമാനായ ഉമ്മൻചാണ്ടിയും അതുപോലെ KPCC ശേഷം മുല്ലപ്പള്ളി രാമചന്ദ്രൻ അതുപോലെ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് അദ്ദേഹം കേരളത്തിൽ വയനാട് മത്സരിക്കണം എന്നാണ്. എന്തായാലും അവിടെ മത്സരിക്കാൻ വരും എന്നുള്ള ശുഭപ്രതീക്ഷയാണ് ഞങ്ങൾക്കൊക്കെ ഉള്ളത്. പക്ഷേ ഈ വൈകുന്നതിൻ്റെ പേരിൽ കുറേ ചർച്ചകൾ നടക്കുന്നു എന്നുള്ളതല്ലാതെ പിന്നെ ബഹുമാനായ ശ്രീ PK കുഞ്ഞാലിക്കുട്ടി, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി, അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് അദ്ദേഹം ചെറിയ ആശങ്ക പ്രകടിപ്പിച്ച സ്വാഭാവികമാണ്. കാരണം 3 സ്ഥാനാർത്ഥികൾ മാത്രമായി ഏകപക്ഷീയമായിട്ട് അവിടെ പ്രവർത്തനം നടത്തുന്നു. ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയുടെ പേര് വരുന്നില്ല എന്നുള്ളത് സത്യം പറഞ്ഞ ഒരു പോരായ്മയാണ്. എന്തായാലും 2 ദിവസത്തിനുള്ളിൽ അത് വരുമെന്നുള്ള ഉറച്ച വിശ്വാസമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. മാത്രമല്ല, അദ്ദേഹം അവിടെ വരുന്നതിന് ആരും എതിര് നിൽക്കും എന്ന്, ആരും എതിരായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾ കരുതുന്നില്ല. കാര്യം കോൺഗ്രസിലെ ആരും എതിര് നിൽക്കുകയില്ലായിരിക്കും. പക്ഷേ CPM-ൽ നിന്ന് എതിർപ്പുണ്ടെന്നുള്ള കാര്യം താങ്കൾക്കറിയാമല്ലോ. ചർച്ച ഇപ്പോൾ ആ വഴിക്കാണ് പോകുന്നത്. CPM-ന്റെ എതിർപ്പ് പേടിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ഇങ്ങോട്ട് വരുന്നില്ല. അത് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഒരു സഖ്യത്തിൻ്റെ സൂചനയാണല്ലോ ഉള്ളത്. അപ്പോൾ ഉണ്ടാകുന്ന സമ്മർദ്ദം ഒഴിവാക്കുന്നതിന് വേണ്ടി ഇപ്പോൾ രാഹുൽ ഗാന്ധി CPM-ന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി കൊടുക്കുകയാണ്. ഈ രീതിയിലുള്ള കാര്യങ്ങൾ തുറന്നു പറയുന്നത് ചെറിയ നേതാക്കളൊന്നുമല്ല. മുല്ലപ്പള്ളി രാമചന്ദ്രൻ തന്നെ ഇന്നലെ പറഞ്ഞ കാര്യം ഇതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അപ്പോൾ CPM-നെ പേടിച്ച് രാഹുൽ വയനാട്ടിലേക്ക് വന്നില്ല എന്ന രീതിയിലുള്ള പ്രചാരണം ശക്തമാക്കുവാനേ രാഹുൽ ഇനി വരാതിരുന്നാൽ ഇട നൽകുകയുള്ളൂ. പറഞ്ഞത് തീർച്ചയായും അത് അടിസ്ഥാനരഹിതമാണ്. കാരണം രാഹുൽ ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റാണ്. അദ്ദേഹം ഞങ്ങളുടെ പ്രൈം മിനിസ്റ്ററിയൽ കാൻഡിഡേറ്റ് കൂടിയാണ്. അദ്ദേഹം ഏതെങ്കിലും തരത്തിലുള്ള ബാഹ്യ സമ്മർദ്ദത്തിന് വഴങ്ങി തീരുമാനമെടുക്കുന്ന ഒരാളല്ല. ബാഹ്യ സമ്മർദ്ദത്തിന് വഴങ്ങി തീരുമാനമെടുക്കാൻ കോൺഗ്രസ് നേതൃത്വവും ഒരിക്കലും സഹകരിക്കില്ല എന്നുള്ള കാര്യം സംശയമില്ല. പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത്, മാധ്യമങ്ങളിലൂടെ അറിഞ്ഞത്, ശരത് പവാറിനെ പോലെയുള്ള NCPയുടെ ശരത് പവാറിനെ പോലുള്ള ചില നേതാക്കന്മാർ അതിൽ ഒരു ചെറിയ അതൃപ്തി പ്രകടിപ്പിച്ചതായി കാണുന്നുണ്ട്. പക്ഷേ മറ്റാരും തന്നെ, ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് യഥാർത്ഥത്തിൽ ആദ്യമായി ഒരു പ്രതിഷേധ സ്വരം ആദ്യം ഉയർത്തിയത്. അതൊക്കെ അവിടെ നിൽക്കും. അവരുടെ ഒന്നും സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ആവശ്യമില്ല. രാഹുൽ ഗാന്ധി അദ്ദേഹം സ്വയം ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ സ്വയം തീരുമാനിക്കുക കൂടി വേണം. അങ്ങനെ തീരുമാനിച്ചാൽ രാഹുൽ ഗാന്ധി മാത്രം തീരുമാനിച്ചാൽ മതിയല്ലോ. ഇനി തീരുമാനമെടുക്കേണ്ടത് തെരഞ്ഞെടുപ്പ് സമിതിയോ ഒന്നുമല്ലല്ലോ. രാഹുൽ ഗാന്ധി എന്ന ഒറ്റ വ്യക്തിയാണ് തീരുമാനമെടുക്കേണ്ടത്. കോൺഗ്രസ് ഹൈക്കമാൻഡാണ് തീരുമാനമെടുക്കേണ്ടത്. ഒന്ന് ചോദിച്ചാൽ എന്തുകൊണ്ടാണ് ഈ തീരുമാനമെടുക്കാൻ രാഹുൽ ഗാന്ധി ബുദ്ധിമുട്ടുന്നത്? രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കോൺഗ്രസിലെ മറ്റൊരു സ്ഥാനാർത്ഥിയെ പോലെ അല്ലല്ലോ.
അപ്പോൾ തീർച്ചയായും അദ്ദേഹം മാത്രം എടുക്കുന്ന ഒരു തീരുമാനമായിരിക്കില്ല. ദേശീയ തലത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും അതുപോലെ ദേശീയ തലത്തിൽ മോദി സർക്കാരിനെ പുറത്താക്കാനും കഴിയുന്ന ഒരു മുന്നണി അല്ലെങ്കിൽ ഒറ്റയ്ക്കോ അത്തരമൊരു രാഷ്ട്രീയ സമീപനം കൂടി ഭൂരിപക്ഷം വരേണ്ട തരത്തിലുള്ള ഒരു സമീപനം ഉണ്ടാക്കുന്നതിന് നേതൃത്വം നൽകുന്ന വ്യക്തി എന്നുള്ള നിലയിൽ ഒരുപാട് ആലോചന, ഒരുപാട് തീരുമാനങ്ങൾ തീർച്ചയായും അദ്ദേഹത്തെ സ്വയം അല്ലാതെ അങ്ങനെയുള്ള ഒരു ആലോചനയുടെ ഭാഗമായിട്ട് വൈകുന്നു എങ്കിൽ CPM-ഉം ഇടത് പാർട്ടികളും ഉന്നയിച്ച ആ ഒരു ആശങ്ക അതും ആലോചനയുടെ ഭാഗമായി വരുന്നുണ്ടാവുമല്ലോ. BJP ആണ് മുഖ്യ ശത്രു, അതുകൊണ്ട് കേരളത്തിൽ വന്ന് മത്സരിക്കുന്നത് അത് ഉചിതമാകില്ല എന്ന ഇടത് മുന്നണിയുടെ അഭിപ്രായ പ്രകടനം, അതിൽ പിണറായി വിജയൻ പറഞ്ഞതും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞതും ഒക്കെ ഉൾപ്പെടും. മാത്രമല്ല ഇത് സീതാറാം യെച്ചൂരി വഴി ഡൽഹിയിലും രാഹുൽ ഗാന്ധിയിലേക്ക് എത്തപ്പെട്ട കാര്യമാണല്ലോ, പരസ്യമായ രഹസ്യമാണ് ഇതൊക്കെ. അങ്ങനെയെങ്കിൽ ആ വിധത്തിലുള്ള ചിന്തകളും ബലപ്പെടുകയാണ്, അതുകൊണ്ട് മടിക്കുന്നുവെന്നാണ്. ഇനി വരികയാണെങ്കിൽ ആ ഒരു സമ്മർദ്ദത്തെ മറികടന്നുകൊണ്ട് രാഹുൽ തീരുമാനമെടുക്കുന്നുവെന്ന് കരുതാം. പക്ഷേ വന്നില്ല എങ്കിൽ അത് നിങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കുവാൻ പോകുന്നത്. അല്ല, തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെയോ നേതാവിൻ്റെയോ ബാഹ്യ സമ്മർദ്ദത്തിന് വഴങ്ങുന്ന ഒരു രീതി എന്തായാലും കോൺഗ്രസ് അധ്യക്ഷനും കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കും എന്ന് ഞങ്ങളാരും കരുതുന്നില്ല. ഹൈക്കമാൻഡ് തീർച്ചയായും സുചിന്തിതമായി രാഹുൽ ഗാന്ധി എവിടെ മത്സരിക്കണം എന്ന് തീരുമാനിക്കും. ആ തീരുമാനത്തിൽ ഒന്ന് വയനാട് ആണെങ്കിൽ കേരളത്തിലെ UDF പ്രവർത്തകർ മാത്രമല്ല, കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും അതിനെ സ്വാഗതം ചെയ്യും. അതുകൊണ്ട് അങ്ങേയറ്റം ഭ്രാന്ത് പിടിച്ച യഥാർത്ഥത്തിൽ പിണറായിക്കും കോടിയേരിക്കും കാനൻ രാജേന്ദ്രനെ പോലെയുള്ളവർക്കാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതല്ലാതെ UDF-നെ സംബന്ധിച്ചിടത്തോളം ഘടകകക്ഷികൾ അങ്ങേയറ്റം ആത്മാർത്ഥതയോടുകൂടി ആഹ്ലാദത്തോടുകൂടി തന്നെയാണ് രാഹുൽ ഗാന്ധി അവിടെ സ്ഥാനാർത്ഥിയായി വരുന്നതിനെ ആഗ്രഹിക്കുന്നത്. കാരണം രാഹുൽ ഗാന്ധി വയനാട്ടിൽ ഒരു സ്ഥാനാർത്ഥിയായി വരുന്നതോടുകൂടി കേരളത്തിലെ മറ്റ് 19 നിയോജക മണ്ഡലത്തിലും അതിൻ്റെ ഒരു അനുരണനം ഉണ്ടാകും എന്ന കാര്യം സംശയമില്ല. ആ ഒരു ആശങ്കയാണ് കേരളത്തിൽ LDF-നുള്ളത്. LDF-നെ സംബന്ധിച്ചിടത്തോളം, CPM-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുഖ്യ ശത്രു എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്തുക, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രതിനിധികളുടെ എണ്ണം കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ്. അങ്ങനൊരു വാക്ക് മോഡിക്ക് കൊടുത്തിട്ടുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. കാരണം മോഡിയുടെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും ലക്ഷ്യം കോൺഗ്രസ് മുക്ത ഭാരതം എന്നാണല്ലോ. അതിന് വഴിവെക്കുന്ന ഏത് നാണംകെട്ട നടപടിക്കും കേരളത്തിലെ LDF അതിനോടൊപ്പം സഞ്ചരിക്കുമെന്ന കാര്യം സംശയമില്ല. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധി ശുഭപ്രതീക്ഷയിലാണ്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാനെത്തും. തീരുമാനം 2 ദിവസത്തിനുള്ളിൽ ഉണ്ടാകുമെന്ന്. ഈ 2 ദിവസത്തിന്റെ കാര്യം പറയാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ ഒരാഴ്ചയായി തീരുമാനം നീണ്ടു പോവുകയാണ്.